ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, അധ്യക്ഷത വഹിക്കുന്ന പ്രിയ സുഹൃത്ത് പി ബാലചന്ദ്രൻ MLA, അനുസ്മരണ പ്രഭാഷണം ആദ്യമായി നടത്തിയ പ്രിയപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി N. രാജൻ, എന്നെ തുടർന്ന് ധാരാളം അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താനിരിക്കുന്ന പ്രിയങ്കരായ എഴുത്തുകാരികളെ, വളരെ ദീർഘമായ ഒരു പ്രഭാഷണം രണ്ട് തരത്തിലും എനിക്ക് അസാധ്യമാണ്, ഭൗതികമായി അസാധ്യമാണ്. ഒപ്പം തന്നെ അനേകം പ്രഭാഷകരുള്ളൊരു യോഗത്തിൽ അത്തരമൊരു പ്രസംഗം അനുചിതവും ആണ്. MT വാസുദേവൻ നായർ എന്തായിരുന്നു എന്ന് ആലോചിക്കുന്നതിനേക്കാൾ അനായാസമാവുക ഒരുപക്ഷെ MT വാസുദേവൻ നായർ എന്തല്ലായിരുന്നു എന്ന് ആലോചിക്കുകയാവും. കവിയായി ആരംഭിച്ച ഒരാൾ, പല കഥാകൃത്തുക്കളെയും പോലെ കവിയായി ആരംഭിച്ച ഒരാൾ, നോവലിസ്റ്റ്, കഥാകാരൻ, സിനിമയുടെ തിരക്കഥാ രചനാകാരൻ, സിനിമാ സംവിധായകൻ, കഥയെക്കുറിച്ച് 2 പുസ്തകങ്ങൾ എഴുതിയ, അതിനപ്പുറവും ധാരാളം ലേഖനങ്ങൾ എഴുതിയ ഒരു സാഹിത്യ വിമർശകൻ, അപൂർവമായി മാത്രം പക്ഷേ അളന്ന് തൂക്കി സംസാരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിമർശകൻ, അനേകം വേദികളിൽ നിന്ന് അർത്ഥപൂർണമായ തൻ്റെ ശബ്ദം കേൾപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗകൻ, അപൂർവനായ ഒരു പ്രസംഗകൻ, ഒരു കിളിവാതിലൂടെ മുതലായ പംക്തികളിലൂടെ പ്രത്യക്ഷനായ ഒരു പംക്തികാരൻ, ഒരു വലിയ പത്രാധിപർ, മാതൃഭൂമി പോലുള്ള കേരളത്തിലെ എല്ലാ എഴുത്തുകാരെയും കൈപിടിച്ച് നടത്തിയെന്ന് പറയാവുന്ന, വലിയ എഴുത്തുകാരെ കൈപിടിച്ച് നടത്തിയെന്ന് പറയാവുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലുള്ള ഒരു വാരികയുടെയും മാതൃഭൂമി പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും ബഹുമാന്യനായ പത്രാധിപർ, ഇങ്ങനെ അനേകം നിലകളിൽ ഞാൻ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ വിട്ടു കളയുന്നുണ്ട് അഥവാ വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ അനേകം നിലകളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ സ്നേഹപൂർവം ദുഃഖപൂർവം അനുസ്മരിക്കുന്നത്. MTയെക്കുറിച്ച് മുൻപ് പറഞ്ഞവർ പറഞ്ഞതൊന്നും ആവർത്തിക്കണം എന്നെനിക്കില്ല. വരാനിരിക്കുന്നവർ പറയാനിരിക്കുന്നതൊന്നും പ്രവചിക്കണം എന്നും എനിക്കില്ല. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ 4-5 മിനിറ്റിനുള്ളിലൊന്ന് സൂചിപ്പിച്ച് പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ നാലുകെട്ട് മുതൽ, അതിനു മുമ്പുണ്ട്, നാലുകെട്ട് മുതൽ കാലവും, അസുരവിത്തും, രണ്ടാമൂഴവും, വാരാണസിയുമൊക്കെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ ഏറ്റവും വലിയ സവിശേഷത ഒരുപക്ഷെ അദ്ദേഹം ഒരു ഭാഗത്ത് ഒരു ദേശ കഥാകാരനായിരുന്നു, മറ്റൊരു ഭാഗത്ത് കേരള ചരിത്രത്തെ തന്നെ ആത്യന്തികമായി പ്രമേയമാക്കിയ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു, മറ്റൊരു ഭാഗത്ത് തൻ്റെ സമുദായത്തിൻ്റെ നീചത്വങ്ങളെയും നികൃഷ്ടത്വങ്ങളെയും തുറന്ന് വിമർശിച്ച ഒരു എഴുത്തുകാരനായിരുന്നു. ഈ 3 തലങ്ങളിലൂടെയെങ്കിലും വ്യക്തി മനസ്സിൻ്റെ ആന്തരതലമല്ലാതെ MTയുടെ നോവലുകളോ കഥകളോ കടന്നു പോകാതെ ഇരുന്നിട്ടില്ല. വളർത്തുമൃഗങ്ങൾ മുതൽ ഷെർലക്കും കടുകണ്ണാവയുമൊക്കെയുള്ള കഥകൾ വരെ
അല്ലെങ്കിൽ മഞ്ഞ് പോലെ വളരെ വ്യത്യസ്തമായ ഭാവഗീതാത്മകമായ ഒരു നോവൽ വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും കഥകളിലും മനുഷ്യജീവിതം, വിശേഷിച്ചും കേരളീയ ജീവിതം, അതിൻ്റെ എല്ലാ പ്രാമുഖ്യത്തോടും എല്ലാ മാനങ്ങളോടും കൂടി വിഷയമാക്കപ്പെടുന്നത് നാം നിരന്തരമായി കണ്ട് പോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു വലിയ പത്രാധിപരായിരുന്നു. ചുരുങ്ങിയത് 2 തലമുറകൾ എഴുത്തുകാരെയെങ്കിലും, വിശേഷിച്ചും നോവലിസ്റ്റുകളെയും കഥാകാരരെയും കണ്ടെത്തുകയും അവരെ കേരളീയ ആസ്വാദക സമൂഹത്തിന് മുന്നിൽ സധൈര്യം, സ്വാഭിമാനം അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ എഴുത്തുകാരനായിരുന്നു, ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്ന് നമുക്ക് അറിയാം. അദ്ദേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു രചനാ രീതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പിറകെ വന്ന എഴുത്തുകാർ ആവിഷ്കരിച്ചത് എന്ന് നമുക്കറിയാം. അത് OV വിജയനാകട്ടെ, M മുകുന്ദനാകട്ടെ, കാക്കനാടനാകട്ടെ, പൊന്നത്തിൽ കുഞ്ഞബ്ദുള്ളയാകട്ടെ, സേതുവാകട്ടെ, അങ്ങനെയുള്ള അനേകം നോവലിസ്റ്റുകളും കഥാകൃത്തുക്കളും വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ ജീവിതത്തെ കാണുകയും വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിൻ്റെ ദ്വന്ദ്വങ്ങളെ, വൈരുദ്ധ്യങ്ങളെ അനുഭവിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരായിരുന്നു. പക്ഷെ തന്നിൽ നിന്ന് വ്യത്യസ്തരായതുകൊണ്ട് അവരെ അകറ്റി നിർത്തണമെന്നല്ല, അതുകൊണ്ട് തന്നെ അവരെ താൻ തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് ആസ്വാദകരുടെ മുമ്പിൽ എന്നാണ് MT കരുതിയത്. ഒരുപക്ഷെ വലിയ പത്രാധിപകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത്. തൻ്റേതിൽ നിന്നും വ്യത്യസ്തമായൊരു ധാരയിൽപ്പെട്ട എഴുത്തുകാരെ, വ്യത്യസ്തമായി ചിന്തിക്കുന്ന എഴുത്തുകാരെ വായനാ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നത്. അത് MT ചെയ്ത അതീവ പ്രധാനമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ നോവലുകളുടെയും കഥകളുടെയും സവിശേഷതകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഉൾപ്പെട്ട ഒരു തലമുറയാണ് മലയാള ഭാഷയെ, നോവലിൻ്റെയും കഥയുടെയും ഭാഷയെ അഗാധമായ രീതിയിൽ കാവ്യാത്മകം ആക്കിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിത്വം തന്നെയായിരിക്കാം അതിന് പിറകിലുള്ളത്. MTയും T പത്മനാഭനും മാധവിക്കുട്ടിയും എല്ലാം ഉൾപ്പെട്ട ഒരു തലമുറയാണ് മലയാളത്തിലെ കഥാസാഹിത്യത്തെ ഭാവഗീതത്തോട് അടുപ്പിക്കുകയും വികാരം കൊണ്ടും ഭാഷ കൊണ്ടും അടുപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്ത ആളുകൾ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. ഒപ്പം തന്നെ അദ്ദേഹം, അത് വ്യക്തിപരമായ ഓർമ്മകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അനേകം ഓർമ്മകളുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എൻ്റെ കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്. എൻ്റെ ആദ്യ കവിതകളെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ആദ്യ കവിതകളായിരുന്നില്ല അവ, സ്കൂളിൽ വെച്ചൊക്കെ എഴുതിയതാണെങ്കിൽ പോലും എഴുത്തച്ഛൻ എഴുതുമ്പോൾ മുതലായ കവിതകളെ രൂപാന്തരം മുതലായ അനേകം കവിതകൾ ഇപ്പോഴും തുടരുന്ന കവിതകളുടെ ആ പരമ്പര മുഴുവയുടെ ആദ്യ ഭാഗം മുഴുവൻ തന്നെ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അയ്യപ്പപ്പണിക്കരുടെ പുരൂരവസ് എന്ന കവിതയുടെ പഠനം മുതലുള്ള അനേകം ഒറ്റക്കവിതാ പഠനങ്ങളും നിരൂപണ ലേഖനങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ടൊരു പത്രാധിപരെന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ മാത്രമല്ല എൻ്റെ തലമുറയുടെ മുഴുവൻ തന്നെ കടപ്പാട് വളരെയേറെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് എഴുത്തച്ഛൻ താൻ പ്രധാനമായും താൻ തന്നെ മുൻകൈയെടുത്ത്, അദ്ദേഹം പറയുമ്പോൾ KP കേശവമേനോൻ്റെയൊക്കെ പേര് പറയുമെങ്കിലും നമുക്കറിയാം അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന ശില്പി. താൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച എഴുത്തച്ഛൻ സ്മാരകത്തിൽ എഴുത്തച്ഛൻ സ്മാരക പ്രഭാഷണത്തിന് ക്ഷണിക്കുക, മിക്കവാറും എല്ലാ വർഷവും നടക്കുന്ന എഴുത്തച്ഛൻ ഉത്സവത്തിലേക്ക് എന്തെങ്കിലും പങ്ക് തന്ന് വിളിക്കുക, അവിടെ മഹാഭാരതത്തെക്കുറിച്ച് ഒരു അഖിലേന്ത്യാ സെമിനാർ നടത്താനായി വിശ്വാസപൂർവം ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വൈയക്തികമായ
ബന്ധങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രേരണയോടെ, പ്രചോദനത്തോടെ, നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള അനേകം ആളുകൾ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സംഘാടകനായിരുന്നു, പങ്ക്തികാരനായിരുന്നു. ചെറുകഥ എന്ന കലയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ എഴുതിയിട്ടുള്ള, അതിൻ്റെ വിസ്മയത്തെയും അതിൻ്റെ ആഹ്ലാദത്തെയും അത് അവതരിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പരിച്ഛേദങ്ങളെയും കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുകയും എഴുതുകയും തൻ്റെ 2 പുസ്തകങ്ങളിൽ എഴുതുകയും ചെയ്ത ഒരാളായിരുന്നു. ഇങ്ങനെ എഴുത്തുകാരൻ എന്ന നിലയിൽ, പത്രാധിപർ എന്ന നിലയിൽ, ഒരു സംഘാടകൻ, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എനിക്ക് ലഭിച്ച 5 കേരള സാഹിത്യ അക്കാദമി സമ്മാനങ്ങളിൽ 2 ഒരുപക്ഷെ 3 അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാം, ഞങ്ങളുടെ തലമുറയുടെ മുഴുവൻ ജീവിതത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നൊരു വ്യക്തിമുദ്രയാണ് MTയുടേത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നാം ഒന്നിച്ചു കൂടുകയും ആ അസാന്നിധ്യത്തിൽ ഖേദിക്കുകയും ചെയ്യുമ്പോൾ നാം അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഓർമ്മിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് നിങ്ങളോടൊപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് സാദരം അനുഭാവത്തോടെ ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് നിറഞ്ഞ നന്ദി.